ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കീം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കീമിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഞാൻ കോംപ്ലക്സ് നമ്പേഴ്സിലും ബൈനോമിയൽ തിയറത്തിലും കുറച്ച് ഷോർട്ട് ട്രിക്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു റിക്വസ്റ്റാണ് സീക്വൻസ് ആൻഡ് സീരീസിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് അതിനകത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മുഴുവൻ സോൾവ് ചെയ്യാവുന്ന ഒരു ലോജിക് എനിക്ക് അതിൽ നിന്ന് കാണാൻ പറ്റി. അത് ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇറ്റ്സ് എ വെരി ഷോർട്ട് ട്രിക്ക്. സംഭവമൊന്നുമില്ല. നമ്മൾ നമ്പേഴ്സിന്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് നമുക്ക് AM അഥവാ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് രണ്ട് നമ്പേഴ്സിനാണെങ്കിൽ നമ്മളത് A+B/2 അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ AM അരിത്തമെറ്റിക് മീൻ എടുക്കുക. ആൻഡ് വെരി സിമിലർലി ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് AB ആണ്. ഇത് രണ്ടും NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫോർ 3 നമ്പേഴ്സ് ABC ബിലോങ്സ് ടു R+, മൂന്നും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആവണം, അത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ AM എന്ന് പറയുന്നത് A+B+C/3. വെരി സിമിലർലി GM is equal to ABC⁻1/3. ഇത് ആക്ച്വലി റൂട്ട് ഓഫ് AB എന്ന് പറയുന്നത് AB⁻1/2 ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തു, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു. നൗ വി ഹാവ് 3 നമ്പേഴ്സ് AB ആൻഡ് C ആൻഡ് ഓൾ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ A+B+C/3 മൂന്നും കൂടെ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് all⁻1/2, ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് all⁻1/3. ആൻഡ് ഫോർ 4 നമ്പേഴ്സ് A, B, C, D, assuming all positive real numbers, then their AM of these 4 numbers equal to A+B+C+D all divided by 4. And very similarly GM, geometric mean is equal to ABCD all⁻1/4. ഇനി 5, 6 അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഫോർ N നമ്പേഴ്സ് നമുക്കതിനെ X1, X2, X3, etc. Xn എന്നെടുക്കാം. We are assuming all positive real numbers. Then AM is equal to X1 plus X2 plus X3 etc. Xn. അതിനെ നമ്മൾ ഷോർട്ടാക്കി σxi/n എന്നാണ് എഴുതുക. ആൻഡ് ജോമെട്രിക് മീൻ is equal to സിഗ്മക്ക് പകരം പൈ മീൻസ് കണ്ടിന്യൂഡ് പ്രോഡക്റ്റ്. ഇങ്ങനെ എഴുതിയാൽ X1 plus X2 plus X3 etc. Xn എന്നാണ്. ഇങ്ങനെ എഴുതിയാൽ X1 into X2 into X3 all etc. up to Xn all⁻1/n. ഇതാണ് AM ആൻഡ് GM. നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും ആ നമ്പേഴ്സിൻ്റെയൊക്കെ AM നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ GM കാൽക്കുലേറ്റ് ചെയ്യാം. AM കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതി എല്ലാം കൂടെ ആഡ് ചെയ്യുക, എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. GM കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, all⁻1/, എത്ര എണ്ണം ഉണ്ടോ അത് അവിടെ എഴുതി വെക്കുക. കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ഓൾ ദി നമ്പേഴ്സ് all⁻1/n. ഇതിൽ AM നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയമുണ്ടാവും, അത് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ്. പക്ഷേ GM ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിപ്പിക്കേണ്ടതാണ്, പക്ഷേ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരുന്നതാണ്. ഇനി ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് AM ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. നിങ്ങൾ എത്ര നമ്പേഴ്സ് ഉപയോഗിച്ച്, 2 നമ്പേഴ്സ് ഉപയോഗിച്ചാണെങ്കിലും 3 നമ്പേഴ്സ് ഉപയോഗിച്ചാണെങ്കിലും എത്ര നമ്പേഴ്സ് ഉപയോഗിച്ചാണെങ്കിലും AM കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് അതേ സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ GMനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. ഈ ഈക്വൽ ടു ഹോൾഡ് ചെയ്യുന്നത് ഇക്വാലിറ്റി ഹോൾഡ്സ് when all the observations are same. X1 equal to X2 equal to X3 equal to etc. Xn. ഇപ്പോൾ 2 നമ്പേഴ്സ് ആണെങ്കിൽ A equal to B. അതായത് AM എന്ന് പറയുന്നത് A+B/2, GM എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് AB. ഏതെങ്കിലും സാഹചര്യത്തിൽ 2 ഈക്വൽ ആണെന്ന് കണ്ടാൽ ഉടനെ പറഞ്ഞോളാം A equal to B. സോ AM ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹോൾഡ് ചെയ്യുക നമ്മൾ AM GM കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന എല്ലാ ഒബ്സർവേഷനും സെയിം ആവുന്ന സമയത്താണ്. എന്തുകൊണ്ടാണ് AM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM ആവുന്നത് എന്നുള്ള 2 നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു നമ്പർ A ആണെങ്കിൽ അതിൻ്റെ റൂട്ട് A എടുക്കുക, അടുത്ത നമ്പർ B ആണെങ്കിൽ അതിൻ്റെ റൂട്ട് B എടുക്കുക. വി ആർ അസ്യൂമിങ് ബോത്ത് A ആൻഡ് B ആർ പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ AM A B 2 നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ റൂട്ട് Aയും റൂട്ട് B ഒക്കെ റിയൽ നമ്പേഴ്സ് ആവുള്ളൂ. ദിസ് ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് A ആണോ റൂട്ട് B ആണോ വലുത് നമുക്കറിയില്ല. റൂട്ട് A വലുതും റൂട്ട് B ചെറുതും ആണെങ്കിൽ ഇത് ഓൾറെഡി പോസിറ്റീവ് ആവും. അല്ല റൂട്ട് A ചെറുതും റൂട്ട് B വലുതും ആണെങ്കിൽ ഈ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും പോസിറ്റീവ് ആവും. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊന്ന് A-B ഹോൾ സ്ക്വയർ ഫോമിലാണല്ലോ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ റൂട്ട് A മൈനസ് റൂട്ട് B ഹോൾ സ്ക്വയർ ഈസ് A+B മൈനസ് 2 റൂട്ട് ഓഫ് AB ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. A² + B² മൈനസ് ഓഫ് 2AB. ഈ 2 റൂട്ട് AB RHSലേക്ക് എടുത്താൽ A+B ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൂട്ട് ഓഫ് AB. അവിടെ നിന്ന് ഈ 2 നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A+B/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു RHSൽ ബാക്കി ഉണ്ടാവുക സ്ക്വയർ റൂട്ട് ഓഫ് AB
ഈ a+b/2 നമ്മൾ am എന്ന് വിളിച്ചത് RHSലുള്ളതാണ് GM. അപ്പോൾ പല ആളുകൾക്കും am > GM ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ടാണ് am എപ്പോഴും > GM ആവുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് കൂടി അറിഞ്ഞു വെച്ചാൽ അത് നല്ലതാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാം നോക്കാം. ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് മുഴുവൻ ഞാൻ എടുത്തേക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള കീമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പല ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതൊരു ധാരണ കിട്ടാതെ നിങ്ങൾ ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടാവും. ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതോടെ അതെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രഷ് ചെയ്യാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ABC are positive real numbers such that ABC is equal to 1. Then the minimum value of A plus B plus C. ഈ A plus B plus C AMൻ്റെ പാർട്ടാണ്, ABC GMൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AM greater than or equal to GM. AM എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് വരുമ്പോൾ A plus B plus C by 3 greater than or equal to GM എന്ന് പറയുന്നത് ABC all raised to 1/3. ഈ ABC 1 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അതവിടെ കൊടുത്താൽ A plus B plus C by 3 greater than or equal to 1. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന് 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ we will get A plus B plus C greater than or equal to 3. ഇനി ഇതിന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ A plus B plus Cൻ്റെ ബാക്കി വാല്യൂസ് എല്ലാം 3നേക്കാളും കൂടുതലാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം വാല്യൂ ആണ്. യു ക്യാൻ ഓപ്റ്റ് ഓപ്ഷൻ E. ഇത് ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ കീം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു എക്സാം അല്ല. ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അവിടെ നമ്പറാണ് മുഖ്യം, ഒരുപാട് എണ്ണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് നിങ്ങളെ എണ്ണം ഒരുപാട് കൂട്ടാൻ പറ്റും. നോക്കൂ, A and B are the AM and GM of X and Y respectively. അങ്ങനെയാണെങ്കിൽ X² + Y² എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ A എന്ന് പറയുന്നത് AM ആണ്. സോ X + Y/2 ആണല്ലോ AM. ദാറ്റ് ഈസ് ഈക്വൽ ടു A. 2 ക്രോസ് ചെയ്താൽ we will get X + Y is equal to 2A. Very similarly B is the GM. So square root of XY അതാണ് GMൻ്റെ ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു B. ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ we will get XY equal to B². Now the question is X² + Y². നമുക്കറിയാം X² + Y² എന്ന് പറയുന്നത് സിമെട്രിക് ഫംഗ്ഷൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് X + Y the whole square minus 2XY. ഇനി നോക്കൂ, X + Y എന്ന് പറയുന്നത് 2A ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിവിടെ കൊടുത്താൽ 2A whole square 4A² minus 2 into XY is B². So this is simply 4A² minus 2B². അവിടുന്ന് 2 വേണമെങ്കിൽ കോമൺ ഫാക്ടർ എടുക്കാം, പക്ഷേ ഇവിടെ അതൊന്നും എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. 4A² minus 2B² തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ കാണാം. അപ്പോൾ ജസ്റ്റ് AM എന്താണ്, GM എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻസ്, അതേപോലെ AM വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. അതിൽ AM ഉം GM ഉം ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം ഈക്വൽ ആണ്. ഈ 3 കാര്യങ്ങളെ നമുക്ക് ആകെ അറിയേണ്ടതുള്ളൂ. സോ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The GM of two numbers 2 and alpha is 16. അപ്പോൾ GMൻ്റെ ഫോർമുല നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 alpha is equal to 16. ഇത് രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്താൽ 2 alpha equal to 16², 256. Alpha is equal to 256/2, 128. Then the AM of these two numbers എന്തായിരുന്നു AMൻ്റെ ഫോർമുല? 2 + alpha/2, A plus B/2. So 2 plus alpha is 128/2. 2 plus 128 is 130/2. 130/2 I think 65. Option E. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AM and GM of the roots of a quadratic equation are 8 and 5 respectively. Then the quadratic equation is. അപ്പോൾ AM and GM of the roots of a quadratic equation. അപ്പോൾ let the roots be. Roots എന്താ നമുക്ക് അറിയില്ല. So let roots be alpha and beta. Roots alpha and beta ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ AM തന്നിട്ടുണ്ട്. AM 8 ആണ്. So AM is alpha plus beta/2 is equal to 8. 2 അങ്ങോട്ട് ക്രോസ് ചെയ്താൽ we will get alpha plus beta equal to 16. ഇതാണ് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ റൂട്ട്സിൻ്റെ സമ്മിനെ നമുക്ക് -b/a എന്നൊക്കെ എടുക്കാമല്ലോ. അതേപോലെ GM and GM is 5 എന്ന് പറയുന്നത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് alpha into beta is equal to 5. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ alpha beta equal to 25. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ്. ഇനി നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ പഠിക്കുന്നതാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x² minus of sum of roots. അത് AM GM ആയിട്ടോ സീക്വൻസ് ഓഫ് സീരീസോ ആയിട്ടോ ബന്ധമില്ല. ഇതൊരു മൾട്ടി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനും AM GM ഉം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇതറിയാത്തവർ ഇതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ദിസ് വിൽ ബി ഈക്വൽ ടു 0. ദിസ് ഇസ് ദ വേ ഓഫ് ഫോർമേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞു. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇവിടെ 16 ആണ്. സോ മൈനസ് ഓഫ് 16x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 25 ആണ്. പ്ലസ് 25 ഈക്വൽ ടു 0. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. x² മൈനസ് 16x plus 25 equal to 0. You may see in option C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The arithmetic mean of two numbers x and y is 3. Arithmetic mean എന്ന് പറഞ്ഞാൽ x plus y/2. That is equal to 3. 2 അങ്ങോട്ട് ക്രോസ് ചെയ്താൽ x plus y is equal to 2 into 3 equal to 6. And the geometric mean is 1. Geometric mean square root of xy. This is equal to 1. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ xy is equal to 1 തന്നെയാണ്.
Now the question is x square plus y square. We know that x square plus y square equal to x plus y the whole square minus 2xy. X plus y equal to 6 and 6 square is 36 minus 2 into xy is 1. So 36 minus 2 equal to 34. You may see in option E. നോക്കൂ, ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതിൻ്റെ മീനിങ് ഒന്ന് അറിഞ്ഞാൽ മതി. AM എന്താണ്, GM എന്താണ്, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്. സോ 2 numbers x and y have arithmetic mean equal to 9. ഉടനെ എന്ത് എഴുതി വെക്കണം? x plus y by 2 is equal to 9. ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ we will get x plus y equal to 18. And geometric mean equal to 4. What is the formula for geometric mean? Square root of xy equal to 4. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ xy equal to 16. Now x and y are the roots of. ഇതിൽ ഏത് quadratic equation? അപ്പോൾ ഇത് സമ്മാണ് മുന്നേ ചെയ്തു. അതുപോലെ xy എന്ന് പറയുന്നത് ഇത് പ്രോഡക്റ്റ് ആണ്. സോ സം 18, പ്രോഡക്റ്റ് 16. How can you build the quadratic equation? X square minus sum into x plus product is equal to 0. So x square minus 18x plus 16 is equal to 0. X square minus 18x plus 16 equal to 0. You may see in option B. അടുത്ത നോക്കൂ, A, B, C are positive real numbers and A plus B plus C greater than or equal to K into A plus B into B plus C into C plus A all raised to 1 by 3. ഈ പ്രോഡക്റ്റ് A plus B into B plus C into C plus A all raised to 1 by 3 ഒക്കെ കാണുമ്പോൾ അതൊരു GM-ലേക്കാണ് ഹിൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള നമ്പേഴ്സ് അല്ല ഇവിടെയുള്ള. ഇവിടെ A plus B, B plus C, C plus A ആണ്. ഇവിടെ അതല്ല. അപ്പോൾ ഇവിടെ അത് ആക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു വഴി, ലെറ്റ് A plus B, B plus C, C plus A be the numbers. ഇതായിക്കോട്ടെ നമ്മളെ കയ്യിലുള്ള നമ്പേഴ്സ്. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. belongs to R plus because A, B, C are positive numbers. ഇതപ്പോൾ ഇതിൽ ഓരോന്നിൽ ഇത് എയും ബിയും പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എഗെയിൻ നമുക്ക് പോസിറ്റീവേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് 3ഉം ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, R പ്ലസ് ആണ്. അതുകൊണ്ട് ഇവരുടെ AM വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. ഇനിയാണ് ഇതിൻ്റെ ട്രിക്ക് വർക്ക് ചെയ്യുന്നത്. ഈ 3 നമ്പേഴ്സിൻ്റെ AM എന്ന് പറയുമ്പോൾ A plus B plus B plus C plus C plus A all divided by 3 greater than or equal to A plus B into B plus C into C plus A all raised to 1 by 3 ആണ്. അപ്പോൾ ഇവിടെ A 2 എണ്ണം ഉണ്ട്. A plus Bയിലും ഈ C plus Aയിലും 2 A ഉണ്ട്, അതുപോലെ 2 B ഉണ്ട്. B plus Cയിലും C plus Aയിലും ഒരു C, എല്ലാം ഈ 2 എണ്ണം വീതമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഡബിൾ ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ 2 എണ്ണം ഉള്ളത് അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 into A plus B plus C by 3 greater than or equal to A plus B into B plus C into C plus A all raised to 1 by 3. നമുക്ക് ഇവിടെ A plus B plus C മാത്രമേ LHSലുള്ളൂ. നമുക്ക് ഇവിടെ ഒരു 2 by 3 കിടപ്പുണ്ട്. അത് നമുക്ക് നേരെ എടുത്ത് RHSലേക്ക് മാറ്റിയാൽ മതി. സോ ദിസ് ഇസ് A plus B plus C greater than or equal to, ഈ 3ഉം 2 ഒക്കെ RHSലേക്ക് ഇട്ടാൽ 3 by 2 times A plus B into B plus C into C plus A all raised to 1 by 3. അപ്പോൾ അവർ ഇതേ ഫോമിൽ തന്നെ എഴുതി A plus B plus C greater than or equal to some K into, ആ K ഇരുന്ന അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 3 by 2 പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം. സോ ലെറ്റ് us opt ഓപ്ഷൻ A. എല്ലാം ഒരേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. AM എന്താണ്, GM എന്താണ് നോക്കുക. AM എപ്പോഴും GMനേക്കാളും വലുതായിരിക്കും, അത് ഓർക്കുക. സോ ആൽഫ ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോഡ് സ്ക്വയർ എക്സ്. ഈ ടാൻ സ്ക്വയർ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കോഡ് സ്ക്വയർ എക്സ്. ഇങ്ങനെ കാണുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് AM GMനെ പറ്റി ആലോചിക്കാം. ദെൻ ആൽഫ ലൈവ്സ് ഇൻ ദ ഇൻ്റർവെൽ. നോക്കൂ, എഗെയിൻ AM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM. AM എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോഡ് സ്ക്വയർ എക്സ് ബൈ 2, A പ്ലസ് ബി ബൈ 2 കൂടി ആഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോഡ് സ്ക്വയർ എക്സ്. നിങ്ങൾക്ക് അറിയാം ടാൻ സ്ക്വയർ എക്സും കോഡ് സ്ക്വയറും പരസ്പരം റെസിപ്രോക്കലാണ്. ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ ഇത് 1 ആവും. ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോഡ് സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിനൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി. ഈ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് കോഡ് സ്ക്വയർ എക്സിൻ്റെ ബാക്കി വാല്യൂസ് എല്ലാം 2നേക്കാളും കൂടുതലാണ്. സോ 2 ഈസ് ദ മിനിമം വാല്യൂ. 2 മുതൽ മുകളിലോട്ടേക്ക്, 2ൻ്റെ മുകളിലോട്ടേക്ക് എന്ന് പറയുമ്പോൾ 2 to infinity, ഓപ്ഷൻ E. So let us go to next question. X is a real number such that tan x plus cot x is equal to 2 ആണ്. അപ്പോൾ ഇവിടെ AM GM എടുത്തു കഴിഞ്ഞാൽ AM GM ഈക്വൽ ആവും. AM GM ഈക്വൽ ആവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും സെയിം ആവണം, അതാണ് കാര്യം. സോ ഇവിടുത്തെ AM എന്ന് പറയുന്നത് tan x പ്ലസ് cot x by 2 ആണ്. ഈ tan x പ്ലസ് cot x is given equal to 2. അപ്പോൾ ഇവിടെ 2 by 2 equal to 1 ആവും. GM എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ എക്സ് ഇൻറ്റു കോട്ട് ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ടാൻ എക്സും കോട്ട് എക്സും പരസ്പരം റെസിപ്രോക്കൽസ് ആയതുകൊണ്ട് 2 കൂടി ക്യാൻസൽ ആയിട്ട് നമുക്ക് അവിടെ 1 കിട്ടും. സോ RHS ഇത് 1 ഇത് 1, അപ്പോൾ 2 സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ AM GM സെയിം ആണ്. നമ്മൾ നേരത്തെ തന്നെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇഫ് AM ഈക്വൽ ടു GM ദെൻ ദി നമ്പേഴ്സ് ആർ സെയിം. അവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ടാൻ എക്സും കോട്ട് എക്സ് ആണ്, രണ്ടുപേരും സെയിം ആവും. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, കോട്ട് എക്സ് തന്നെയാണ്. അപ്പോൾ ഈ കോട്ട് എക്സിന് പകരം ടാൻ എക്സ് തന്നെ എഴുതിയാൽ ഇത് 2 ടാൻ എക്സ് ഈക്വൽ ടു 2 ആവും.
അവിടുന്ന് 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് tan x is equal to 1. 1 എന്ന് പറയുന്നത് കുറച്ച് ട്രിഗണോമെട്രി, ഇതിപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ഇപ്പോൾ tan of pi by 4 ആണ്. tan x equal to tan pi by 4 ആകുമ്പോൾ x is equal to n pi plus pi by 4. NCERTയിലെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ പാർട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു പൈ കോമൺ ഫാക്ടർ ആണ്. പൈ കോമൺ ഫാക്ടർ എടുത്താൽ n+1/4 all into pi. ഇത് ഒഫീഷ്യൽ പേപ്പറിൽ ഇവിടെ n+1/4 തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ കീഴിൽ അതൊരു 2+1/4 ആയിരുന്നു. അത് ഞാനിവിടെ എഡിറ്റ് ചെയ്തതാണ്. സോറി, 2+1/4 അല്ല, n+2/4 എന്നായിരുന്നു. ആ 2 ഞാൻ അവിടെ നിന്ന് മാറ്റി 1 ആക്കിയതാണ്. പക്ഷേ ഒഫീഷ്യൽ പേപ്പറിൽ നോക്കി അവിടെ n+1/4 തന്നെയാണ് കിടക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് കീ. ഇനിയും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും. അതായത് ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിലുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ വരുന്നിടത്തെല്ലാം നിങ്ങൾക്ക് AM > GMനെ പറ്റി ആലോചിക്കാം. ഇതല്ലാത്ത മെത്തേഡിലൊക്കെ ഇതിനൊക്കെ ഫോർമുല കൊടുത്ത് സൈനിലേക്കും കോസിലേക്കും ഒക്കെ മാറ്റിയിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ അവിടെ നമ്മൾ AM GMൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ടും ഫാസ്റ്റായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you all.